നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന യുദ്ധ സാഹചര്യങ്ങൾ നിർത്തിയേ മതിയാകൂ. അതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ ഇറാൻ തയ്യാറുമാണ്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും മുമ്പ് ഉണ്ടായതുപോലെയുള്ള ചതി ഉണ്ടാകരുത് എന്ന താക്കീത് ഇറാൻ നൽകുന്നുണ്ട്. യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ എത്തിയതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താനായി പാകിസ്ഥാൻ മധ്യസ്ഥം വഹിക്കുന്ന ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധി ഇസ്ലാമാബാദിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി, സെൻട്രൽ ബാങ്ക് ഗവർണർ, സൈനിക സാമ്പത്തിക രംഗത്തെ പ്രമുഖർ എന്നിവരും ഈ സംഘത്തിലുണ്ട്. വെള്ളിയാഴ്ചയാണ് ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിലെത്തിയത്. ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ അമേരിക്ക പാലിച്ചാൽ മാത്രമാകും സമാധാന ചർച്ചകളുമായി മുന്നോട്ടു പോകൂ എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾക്ക് മുൻപായി ഉപാധികൾ ഘടിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ഇറാൻ. ലെബനിൽ പൂർണ്ണമായും വെടിനിർത്തൽ നടപ്പിലാക്കുക, ഉപരോധത്തെ തുടർന്ന് വിദേശ ബാങ്കുകളിൽ മരവിക്കപ്പെട്ട 10,000 കോടി ഡോളറിന്റെ ആസ്തി വിട്ടു നൽകുക എന്നീ ആവശ്യങ്ങളാണ് ഇറാൻ പ്രധാനമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ നിബന്ധനകൾ അംഗീകരിക്കാതെ ചർച്ചയില്ല എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഹർ ഖാലിഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ലെബനിൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുന്നത് സമാധാന കരാറുകളെ അട്ടിമറിക്കുമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചർച്ചകൾക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇറാൻ തങ്ങളുടെ നിലപാട് പരസ്യമായി വ്യക്തമാക്കിയത്. 6 ആഴ്ചയായി തുടരുന്ന സംഘർഷത്തിന് അറുതി വരുത്താൻ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ടാണ് സമാധാന നീക്കങ്ങൾ സജീവമാക്കിയത്. ഇറാൻ ആത്മാർത്ഥത കാണിക്കണമെന്നും അമേരിക്കയെ പരീക്ഷിക്കാൻ മുതിരരുത് എന്നാണ് JD വാൻസ് വ്യക്തമാക്കിയത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഹർ ഖാലിഫ് ഇറാന്റെ പ്രതിനിധി സംഘത്തെ നയിക്കുന്നുണ്ട്. എന്തായാലും മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾക്കും ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾക്കും പരിഹാരം കാണണമെന്ന് ഇറാന്റെ പ്രധാന ആവശ്യം. ഇതിനു പുറമെയാണ് ലെബനിൽ നിന്നുമുള്ള ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകിട്ടണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമാധാന ശ്രമങ്ങളിൽ പാകിസ്ഥാൻ മധ്യസ്ഥനായി പ്രവർത്തിക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത അവിശ്വാസം ചർച്ചകളെ ബാധിച്ചേക്കാനുള്ള സാധ്യതയും നയതന്ത്ര വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കുന്ന കാര്യത്തിലും വൈറ്റ് ഹൌസ് സംശയം പ്രകടിപ്പിച്ചു. ഇറാന്റെ കൈവശമുള്ള യുറേനിയം ശേഖരം ഒഴിവാക്കുമെന്നും മിസൈൽ പദ്ധതികൾ നിർത്തലാക്കണമെന്നുമാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാണ് ഇത്. ലെബനിൽ ഹിസ്ബുള്ളയ്ക്കു നേരെയുള്ള ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾ തീവ്രത കുറയ്ക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വ്യാഴാഴ്ച നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ലെബനനിലെ വെടിനിർത്തൽ കൂടി സമാധാന കരാറിന്റെ ഭാഗമാക്കണമെന്ന ഇറാന്റെ നിബന്ധന നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിലയിരുത്തൽ എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ശനിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വലഞ്ഞ ലോക രാജ്യങ്ങളാണ്.